ഹലോ ഡിയേഴ്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതേ നമ്മൾ പാല് പിരിഞ്ഞ് പോയിട്ട് നമ്മൾ ഒഴിച്ച് തൈരാക്കി എടുത്തിരുന്നതാണ്. അതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് മോര് കാച്ചുവാണ്. മോരിൽ ഞാൻ കാച്ചാൻ വേറെ പ്രത്യേകിച്ച് മുളക് പൊടിയോ പച്ചമുളകൊന്നും ഇടാറില്ല കേട്ടോ. ചുമ്മാ അങ്ങ് കാച്ചി എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പാലൊക്കെ കാച്ചുമ്പം പിരിഞ്ഞു പോവുകയാണെങ്കിൽ വെറുതെ കളയണ്ട കേട്ടോ. അത് ചെറിയ ചൂട് ആറി കഴിയുമ്പം ചെറിയ ചൂടോടെ ഇത്തിരി തൈര് ഒഴിച്ചിങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്കിങ്ങനെ തൈരാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മോരൊക്കെ കാച്ചി എടുക്കാമേ. ഞാനും ആദ്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ ഇങ്ങനെയൊക്കെ പാല് പിരിഞ്ഞ് പോകുമ്പോൾ എടുത്ത് കളയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മമ്മി ഇങ്ങനെ പറഞ്ഞു തന്നു, ഇതുപോലെ പിരിഞ്ഞ പാല് കളയണ്ട, ഇതുപോലെ തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് വെച്ചിരുന്നാൽ നമുക്ക് തൈരാട്ടൊക്കെ എടുക്കാം, എന്നിട്ട് നമുക്ക് മോര് കാച്ചാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിൽ പിന്നെ ഞാൻ പാല് പിരിഞ്ഞ് പോകുമ്പോൾ ഞാൻ കളയാറില്ലേ, കളയാണ്ട് ഇതുപോലെ തൈരൊഴിച്ച് ഞാനിങ്ങനെ മോര് കാച്ചി എടുക്കാറുണ്ട് കേട്ടോ. നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വെച്ചേക്കണമെന്ന കുക്കറിലാണ്. രാവിലെ എനിക്ക് ഇത്തിരി താമസിച്ചു പോയി, അതുകൊണ്ട് കുക്കറിൽ ചോറ് വെച്ചേട്ടോ. ചില കുക്കറിൽ 2 വിസിൽ വേണം, ചില കുക്കറിൽ 1 വിസിൽ മതി, ചില കുക്കറിൽ വിസിലേ വേണ്ട. ഞങ്ങളുടെ കുക്കറിൽ ഞങ്ങൾക്ക് 2 വിസിൽ വേണം കേട്ടോ. അത് ഓരോ കുക്കറിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം കേട്ടോ. എൻ്റെ വീട്ടിലെ കുക്കറിലാണെങ്കിൽ അവിടെ വിസിൽ വേണ്ട, അതായത് വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്യണം, അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ 2 വിസിലടിച്ചെങ്കിൽ ചോറ് വെന്ത് കിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ കുക്കർ എടുത്ത് പൊക്കി ചോറ് വറക്കുന്നതിനിടയ്ക്ക് കുക്കറിൻ്റെ സൈഡിൽ മുട്ടീൻ്റെ കൈയൊന്നും പൊള്ളി കേട്ടോ. ഇപ്പോൾ ഈ ഹോട്ട് സർഫസിൽ മുട്ടിനാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ അവിടെ പൊള്ളി ഇങ്ങനെ ചുമന്ന് പൊള്ളി വരുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ എണ്ണ എടുത്ത് തേച്ച് കേട്ടോ. ആ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഈ തേക്കിൻ്റെ കിളിർന്ന ഇലയില്ലേ, ആ കിളിർന്ന ഇല വെളിച്ചെണ്ണയിലിട്ട് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു എണ്ണയാണ് കേട്ടോ. ഞാനിപ്പോൾ എപ്പോൾ പൊള്ളിയാലും, ഇപ്പോൾ അഥവാ ചൂട് വെള്ളം വീണാലും അല്ലെങ്കിൽ അങ്ങനെ ചൂടുള്ളത് എന്ത് വീണാലും, ഇപ്പോൾ എണ്ണ തെറിച്ചിട്ടാണെങ്കിലും ഒക്കെ ഞാൻ ഈ എണ്ണ തേക്കാറേ. നമുക്ക് പൊള്ളൽ കിട്ടി ആ സെക്കൻഡ് തന്നെ തേക്കണം കേട്ടോ, എങ്കിലും കാര്യമുള്ളൂ. അങ്ങനെ ഈ എണ്ണ ഒന്ന് ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടും കേട്ടോ. പിന്നെ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞണ്ട് നന്നാക്കിയാണ് കിട്ടിയത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ടിരുന്നു. എന്നിട്ടത് കഴുകുവാരി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ചട്ടി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു. പിന്നെ സവാള ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വഴറ്റി, സവാള ഇട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മസാല മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തേ. എന്നിട്ട് അതിലേക്ക് പിന്നെ തക്കാളി ഇട്ട് ഇളക്കിയെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കഴുകി എടുത്ത് വെച്ചേക്കുന്ന ഞണ്ട് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ഞണ്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങയിലേക്ക് കുറച്ച് ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. ആ സമയത്ത് ഞണ്ട് നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഇടയ്ക്ക് മൂടിയൊക്കെ പൊക്കി നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് തേങ്ങ നമ്മൾ ഈ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. അല്ലെങ്കിൽ തേങ്ങ കിടന്ന് തിളച്ചിട്ട് ആ തേങ്ങയുടെ വെളിച്ചെണ്ണ ഇറങ്ങിയിട്ട് ആ തേങ്ങ വേറെ വെളിച്ചെണ്ണ കുറേ തെളിഞ്ഞ് അങ്ങനെ ഒരു ടേസ്റ്റ് മാറും അതിൻ്റെ. അത് കാരണം കുറേ ഇളക്കി കൊടുത്ത് നമ്മുടെ ഞണ്ട് കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യമേ കുറച്ച് അഭിമുഖം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ രാവിലത്തെ അപ്പം ബാക്കിയിരുന്നത്, ആ അപ്പവും കറിയും കൂടെ കഴിച്ചേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞണ്ടിന് ടേസ്റ്റ് കൂടുതൽ കിട്ടിയതുകൊണ്ട് വീണ്ടും ചോറ് കഴിച്ചിട്ട് പിന്നെ അഭിമോളെ ട്യൂഷന് കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ.